ഹറാം ചെയ്തൊരു മനുഷ്യനെ കുറിച്ച് എൻ്റെ കൂട്ടുകാരനാന്ന് പറയാൻ നമുക്ക് ചിലപ്പോൾ പ്രയാസമാണ്. പക്ഷെ അള്ളാഹ് പറയണം, തിന്മകൾ അധികരിച്ചവരെ എൻ്റെ അടിമകളാണ്. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് ഒരേ സമയം അവനെ കുറിച്ച് പേടി ഉണ്ടാക്കുന്നതാണ്, അതേ സമയം തന്നെ അവനിൽ പ്രതീക്ഷ ഉണ്ടാക്കുന്നത്. ആരാണ് റബ്ബ്? റഹ്മാനാണ്, റഹീമാണ്, ഗഫൂറാണ്, ഗഫാറാണ്, അങ്ങേറ്റം കരുണയുള്ളവനാണ്, തിന്മകൾ പുറത്തു കൊടുക്കുന്നവനാണ്, തവ്വാബാണ്, തൻ്റെ അടിമകൾക്ക് അവരുടെ പശ്ചാത്താപം ധാരാളമായി സ്വീകരിക്കുന്നവനാണ്, വദൂദാണ്, തൻ്റെ അടിമകളെ സ്നേഹിക്കുന്നവനാണ്, മുഅ്മിനാണ്, അള്ളാഹു അവൻ്റെ അടിമകളെ സംരക്ഷിക്കുന്നവനാണ്, സലാമാണ്, ന്യൂനതകളിൽ നിന്ന് മുക്തനാണ്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിലുള്ള പ്രതീക്ഷ അധികരിപ്പിക്കുന്ന കാര്യങ്ങൾ ധാരാളമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജമീലാണ്, ഭംഗിയുള്ളവനാണ്, തയ്യിബാണ്, പരമപരിശുദ്ധനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി ഹദീസിൽ ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു, അള്ളാഹു ചിരിക്കുന്നതാണ്. ഇവർ കേട്ടു നിന്ന സഹാബിമാരിൽ ഒരാൾ ചോദിച്ചു, അവയദ്ഹഖു റബ്ബുന, നമ്മുടെ റബ്ബ് ചിരിക്കുന്നതാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ചിരിക്കുന്നതാണ്. ചിരിക്കുന്ന ഒരു റബ്ബിൽ നിന്ന് ഒരിക്കലും ഖൈർ പ്രതീക്ഷിക്കാത്ത അവസ്ഥ ഉണ്ടാകുകയില്ല. അള്ളാഹു ചിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു റബ്ബാണ് നമുക്കുള്ളത്. സുബ്ഹാനഹു വ തആല എത്രയോ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് വിശേഷിപ്പിച്ചത് എത്ര മനോഹരമായിക്കൊണ്ടാണ്. യാ ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ. പറയുക നബിയെ, യാ ഇബാദി, നമുക്ക് ആ വാക്ക് യാ ഇബാദി എന്നാണ് അള്ളാഹു പറഞ്ഞത്, എൻ്റെ അടിമകളെ എന്നാണ് പറഞ്ഞത്. ആരാണ് ഈ അടിമകൾ? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തിന്മകൾ ചെയ്ത് അങ്ങേയറ്റം അതിര് കവിഞ്ഞ ആൾക്കാരാണ്. അവരുടെ തിന്മകളുടെ ആധിക്യം അള്ളാഹു അവനിലേക്ക് ചേർത്തി പറയാൻ തടസ്സമായി. ഹറാം ചെയ്തൊരു മനുഷ്യനെ കുറിച്ച് എൻ്റെ കൂട്ടുകാരനാന്ന് പറയാൻ നമുക്ക് ചിലപ്പോൾ പ്രയാസമാണ്. പക്ഷെ അള്ളാഹ് പറയണം, തിന്മകൾ അധികരിച്ചവരെ എൻ്റെ അടിമകളാണ്. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ, അള്ളാഹു എല്ലാ തിന്മകളും പുറത്തുണ്ട്. ഇങ്ങനെയുള്ള അള്ളാഹുവിന് പ്രതീക്ഷ അറിയിക്കുന്ന ആയത്തുകൾ, വിവരണങ്ങൾ അള്ളാഹുവിൽ പ്രതീക്ഷ അധികരിപ്പിക്കുന്നതാണ്, മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുന്നതാണ്.